ഇത് ഇന്നലത്തെ, അതായത് 5-ാം തീയതിയിലെ നൈറ്റ് ഡ്യൂട്ടി വിശേഷങ്ങളാണ്. നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുകയാണ്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉള്ളിലെങ്കിലും പോയല്ലേ പറ്റൂ. അപ്പോൾ അതിനായി റെഡിയായി. സമയമാവാത്തതുകൊണ്ട് കുറേ നേരം ബാൽക്കണി പോയി നിന്നു. കുറേ എന്തൊക്കെയോ ആലോചിച്ചു. ദൈവമേ നാളെ എപ്പോൾ നേരം വെളുക്കുന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ സമയമായപ്പോൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പം ഇന്ന് പോകാൻ ചെറിയൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്. കാരണം ആതിരയുണ്ട് കൂടെ. അപ്പം നമുക്ക് കമ്പനി അടിച്ച് അങ്ങോട്ട് പോകാമല്ലോ. അതുകൊണ്ട് ഇതാണ് ആതിര. ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ കേട്ടോ. കൂടുതൽ കമ്പനി അടിച്ച് പോകാനൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ബോക്സ് കണ്ട്, ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് ഇടുക. എല്ലാ കിച്ചൺ വേസ്റ്റും ഒക്കെ ഇങ്ങനെ അവിടെ ഇടുക. ഡ്യൂട്ടിക്ക് വരുമ്പോൾ എടുത്ത് അവിടെ ഇട്ട് ഡ്യൂട്ടിക്ക് അങ്ങ് പോകും. അങ്ങനെ സാധാരണ ചെയ്യാറ്. ഇപ്പോൾ 11 മണി ആവാനായി. 11 തൊട്ട് 7 വരെയാണ് ഡ്യൂട്ടി. 8 മണിക്കൂർ ഡ്യൂട്ടിയാണ് കേട്ടോ. നമ്മൾ പുറകുവശത്ത് കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കയറുക. നമുക്കതാ എളുപ്പം. അപ്പോൾ നമ്മൾ പുറകിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതിലേക്ക് കയറുക. അതാ നിങ്ങൾക്ക് കാണുന്നതാണ് ഞങ്ങളുടെ എൻട്രൻസ് ബാക്ക് വശത്ത്. അങ്ങനെ നൈറ്റ് കഴിഞ്ഞതാ രാവിലെ 7:30 ഞാൻ ഇറങ്ങി. എൻ്റെ കോലമാണത്. നേരെ സൂപ്പർ മാർക്കറ്റ് പിടിച്ചു. പാല് വാങ്ങാനായിരുന്നു ഉദ്ദേശം. പക്ഷേ നിർഭാഗ്യവശാൽ പാലില്ലായിരുന്നു. ഇനി കട്ടൻ ചായ കുടിച്ച് കിടക്കാം. പക്ഷേ എന്തെങ്കിലും കഴിക്കണമല്ലോ. പിന്നെ അത് ചുറ്റും ഞാൻ പരതി അതിലൂടെയൊക്കെ നടന്ന്, ആ സൂപ്പർ മാർക്കറ്റിലൂടെയൊക്കെ നടന്ന് എന്ത് വാങ്ങും എന്ന് വിചാരിച്ച് നടന്നു. അപ്പോൾ വിചാരിച്ചു 2 മാഗി വാങ്ങാം, പിന്നെ ഒരു പാക്ക് ബ്രെഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മാഗിയും ഒരു പാക്ക് ബ്രെഡും എടുത്ത് ഞാൻ ചേട്ടന്മാരെ കൊണ്ട് ബില്ലാക്കിപ്പിച്ചു. അവിടെയുള്ള ചേട്ടന്മാർ ഇറാനികളാണ്, ഹിന്ദി നല്ലോണം അറിയാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബില്ലും ആക്കി നമ്മൾ മെല്ലെ അവിടെ നിന്ന് വിട്ടു. ആ റൂമിലെത്തി. വീട്ടിൽ കുറേ നേരം വിളിച്ചു. പിന്നെ ബാൽക്കണിയിൽ പോയിരുന്നു. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രഷായി വന്നു. ഇനി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എന്തായാലും ബ്രെഡ് വാങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ തട്ടിക്കൂട്ട് ബ്രെഡ് ടോസ്റ്റ് തന്നെ ശരണം. അങ്ങനെ ഞാൻ 2 ബ്രെഡും ഒരു ഓംലേറ്റൊക്കെ വെച്ചൊരു ടോസ്റ്റ് ഉണ്ടാക്കി. പാല് കിട്ടാത്തത് കൊണ്ട് തന്നെ കട്ടൻ ചായയായിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രെഡ് ടോസ്റ്റും കട്ടൻ ചായയും കുടിച്ചു. ഇനി ഒന്ന് ഉറങ്ങണം.